ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധികയെ പ്രസാദം തൊടിയിച്ചതിന് ശേഷം വളരെ പ്രാർത്ഥനയോടെയാണ് ശ്യാമ മകളെ നോക്കുന്നത്. എൻ്റെ മോളുടെ മേലുള്ള ശത്രുക്കളുടെ ഏത് ശത്രുക്കളാണെങ്കിലും അവരുടെ ഒരു നോട്ടം പോലും എത്താതെ എൻ്റെ മോളെ കാത്തോണേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്യാമ നോക്കിയിരുന്നു. രാധിക വളരെ സന്തോഷത്തോടെ ആ പ്രസാദം തൊട്ടതിന്റെ സന്തോഷത്തിലും തന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ ഒരമ്മയുള്ളതിന്റെ ആ സന്തോഷവും അറിയിച്ചുകൊണ്ട് രാധിക അവിടെ നിന്നിറങ്ങി. അതിനുശേഷം കാണുന്നത് കണിമംഗലത്ത് വരുണും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നു. വരുൺ മുത്തശ്ശിയോട് പറഞ്ഞു, എന്തായാലും ഞാൻ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. എന്തായാലും രാധിക മടങ്ങിയെത്തുമ്പോൾ അയാളോട് ഞാൻ നേരിട്ട് എന്ന് ചോദിക്കും. എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് ഞാൻ അയാളെ കൊണ്ട് പറയിപ്പിക്കും. ഇനിയും ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റില്ല മുത്തശ്ശി എന്ന് വരുൺ നിർബന്ധപൂർവ്വം മുത്തശ്ശിയോട് അറിയിക്കുമ്പോൾ അത് കേട്ട മുത്തശ്ശി പറഞ്ഞു, മോനെ, അതൊന്നും ശരിയാവില്ല. എല്ലാം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനൊക്കെ ഇപ്പൊ നീ തുനിഞ്ഞിറങ്ങേണ്ട കാര്യമുണ്ടോ? കുറച്ചുകൂടി ഒന്ന് കാത്തിരുന്നിട്ട് പോരെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറഞ്ഞു, പറ്റില്ല. എന്തായാലും എനിക്ക് ഉടനെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എത്രയും വേഗം തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയേ തീരൂ എന്ന് വരുൺ നിർബന്ധപൂർവ്വം മുത്തശ്ശിയോട് അറിയിച്ചു. അതിനുശേഷം മുത്തശ്ശി അതിന് സമ്മതം മൂളി കഴിയുമ്പോൾ വരുൺ മുത്തശ്ശിയോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം താൻ രാധിക വരുന്നതും കാത്ത് ആ പുറത്ത് നിൽക്കുമെന്നും രാധിക അകത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ മുറ്റത്ത് വെച്ച് തന്നെ ഞാൻ രാധികയോട് സംസാരിക്കും. എനിക്കിന്ന് അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. ഞാൻ അയാളോട് ധൈര്യപൂർവ്വം സംസാരിക്കുന്നത് പോലെ, ഞാൻ അയാളോട് പെരുമാറുന്നത് പോലെ അയാൾ തിരിച്ച് എന്നോട് എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറാത്തത്? അതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ, നിനക്ക് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ രാധിക, മോൾക്ക് കുറെ പരിമിതികളുണ്ട്. നീ അത് മനസ്സിലാക്കണം എന്ന് മുത്തശ്ശി വരുണെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ പരിമിതികളെല്ലാം ഇല്ലാതാക്കാനല്ലേ മുത്തശ്ശി ഞാൻ ശ്രമിക്കുന്നത്. അയാളുടെ ഈ പ്രതിബന്ധങ്ങൾ, അയാളെ പിടിച്ചു നിർത്തുന്ന എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ഒഴിവാക്കാനല്ലേ ഞാൻ അയാളോട് കാര്യം സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇന്ന് എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടണമെന്ന് പറഞ്ഞ് വരുൺ ആ തീരുമാനത്തിൽ ഉറച്ചു വന്നു. ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്ന് കൽപ്പന കൃത്യമായി കേൾക്കാനിടയാവുന്നു. കൽപ്പന ഉടനെ തന്നെ ഉർവശിയുടെ അരികിലേക്ക് എത്തി. ഉർവശിയോട് കൽപ്പന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് രാധിക മടങ്ങിയെത്തുമ്പോൾ വരുൺ രാധികയോട് സംസാരിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. മുറ്റത്ത് നിന്ന് വരുൺ രാധികയോട് ചോദിക്കും. രാധികയുടെ നാവിൽ നിന്ന് തന്നെ വരുണിനെ രാധികയ്ക്ക് ഇഷ്ടമാണോ എന്ന് രാധികയെ കൊണ്ട് പറയിപ്പിക്കുമെന്നാണ് വരുണിന്റെ തീരുമാനം. അതിനാണ് വരുൺ തയ്യാറെടുത്ത് നിൽക്കുന്നത്. വരുണിന്റെ വാശിയാണല്ലോ, അതുകൊണ്ട് വരുൺ ഇന്ന് രാധികയെ കൊണ്ട് അത് പറയിക്കുകയും ചെയ്യും. ഇത് നമുക്ക് പറ്റിയൊരു അവസരമാണ് ഇളയമേ. നമുക്കിപ്പോൾ തന്നെ പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് വരണം. പ്രിയങ്കയെ ആ കാഴ്ച കാണിച്ചു കൊടുക്കണം. വരുൺ രാധികയോട് സംസാരിക്കുന്നതും രാധിക വരുണ് നൽകുന്ന മറുപടിയും നേരിട്ട് പ്രിയങ്ക കേൾക്കട്ടെ. അങ്ങനെ അവൾക്ക് ആ ഒരു സംശയം ഇല്ലാതാകട്ടെ. നമ്മൾ അവളോട് പറഞ്ഞൊന്നും അവൾ വിശ്വസിച്ചിട്ടില്ലല്ലോ. അവളുടെ വിശ്വാസം ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. വരുൺ രാധികയോട് സംസാരിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ അവൾക്ക് വിശ്വാസമാവുമല്ലോ നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് പ്രിയങ്കയോട് ചെന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ അരികിലേക്ക് കൽപ്പനയും ഉർവശിയും എത്തി. ഇരുവരും പ്രിയങ്കയുടെ അരികിലേക്ക് എത്തുമ്പോൾ പ്രിയങ്ക കൽപ്പന പറഞ്ഞ വാക്കുകളായിരുന്നു ആലോചിച്ചിരുന്നത്. വരുണിന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ടെന്നും അത് രാധികയാണെന്നുമുള്ള അവർ പറഞ്ഞ വാക്കുകൾ ഓർത്ത് വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് ഉർവശിയും കൽപ്പനയും അവിടേക്ക് എത്തിയത്. പ്രിയങ്കയെ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? വാ, നമുക്കൊന്ന് നടക്കാനിറങ്ങാം, ഒരിടം വരെ പോകാം എന്ന് പറഞ്ഞു. അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല എങ്ങോട്ടും. അപ്പോഴാണ് ഉർവശി ചോദിച്ചത്, അതെ, വരുണും രാധികയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണിക്കാനാണ്. എന്താ, അവർ തമ്മിലുള്ള സംസാരം നേരിട്ട് കേൾക്കാം നിനക്ക്. അതിന് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടതും പ്രിയങ്ക, അങ്ങനെ ഒരു കാഴ്ചയാണെങ്കിൽ അത് തനിക്കും അറിയണല്ലോ എന്ന് പറഞ്ഞ് പ്രിയങ്കയും അവരോടൊപ്പം പോകാൻ തയ്യാറായി. രാധിക വരുന്നതും പ്രതീക്ഷിച്ച് വാതുക്കൽ ആ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് വരുൺ അപ്പോഴും മുത്തശ്ശിയെ കൂടി കൂടെ കൂട്ടിയിരുന്നു. മുത്തശ്ശി കൂടി വാ, എനിക്ക് മുത്തശ്ശി കൂടി വേണം, എനിക്കൊരു ധൈര്യത്തിനെന്ന് പറഞ്ഞ് വരുൺ മുത്തശ്ശിയും വിളിച്ചുകൊണ്ടാണ് പോയത്. മുത്തശ്ശി അപ്പുറത്ത് മാറി നിൽക്കുകയും വരുൺ മാത്രം ആ മുറ്റത്ത് നിൽക്കുകയും ചെയ്തു. അപ്പോഴാണ് ഉർവശിയും കൽപ്പനയും കൂടി പ്രിയങ്കയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. പ്രിയങ്കയുമായി അപ്പുറത്ത് വന്ന് രാധികയും വരുണും തമ്മിലുള്ള സംസാരം കാണുന്നതിന് വേണ്ടി അവർ മാറി നിന്നു. രാധിക അപ്പോഴേക്കും അവിടെ മ്യൂസിക് സ്കൂളിൽ നിന്ന് തിരികെ മടങ്ങിയെത്തുന്നു. വീട്ടിലേക്ക് നടന്നു വരുന്ന നേരത്ത് മുറ്റത്ത് അരികിലെത്തിയതും അവിടെ വരുൺ തന്നെ കാത്തു നിൽക്കുന്നത് കണ്ടതോടെ രാധിക ആകെ ആശങ്കയിലായി. വരുണുടനെ രാധിക അരികിലേക്ക് വന്നതും രാധിക വരുണിനെ കടന്ന് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ രാധിക തടഞ്ഞു നിർത്തി. പോകാൻ വരട്ടെ, താനവിടെ നിന്നേ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കേട്ടതും ആകെ ടെൻഷനിലായി രാധിക. എന്താ
എനിക്കൊന്നും പറയാനില്ല എന്ന് രാധിക വരുണിനോട് പറയുമ്പോൾ വരുൺ ചോദിച്ചു, ഞാൻ എത്ര ദിവസമായി തൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു. എനിക്കൊരു ഉത്തരം വേണം. അതിനുവേണ്ടിയാണ് ഞാൻ തന്നെ ഇവിടെ തടഞ്ഞു നിർത്തിയത് എന്ന് പറയുമ്പോൾ അവിടെ പ്രിയങ്കയും ഉർവശിയും കൽപ്പനയും അപ്പുറത്ത് മാറി നിന്ന് ഇത് കാണുന്നത് രാധിക കാണാനിടയായി. ഉടനെ രാധികയ്ക്ക് ഇത് പ്രിയങ്ക നേരിട്ട് കാണാനായിട്ട് അവർ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് മനസ്സിലായതോടെ പ്രിയങ്കയ്ക്ക് തങ്ങളെ തമ്മിൽ യാതൊരു സംശയം തോന്നരുതെന്ന് രാധികയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായി. പ്രിയങ്ക അപ്പോഴേക്കും ഉർവശിയോടും കൽപ്പനയോടും പറഞ്ഞിരുന്നു, ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവം, ഇനി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം വരുന്നോടുണ്ടെങ്കിൽ ഇനി ചേച്ചി നാളെ ജീവനോടെ ഉണ്ടാവില്ല തീർച്ചയായും എന്ന് പറഞ്ഞാണ് പ്രിയങ്ക ഉർവശിയുടെയും കൽപ്പനയുടെയും ഒപ്പം എത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രിയങ്ക നോക്കുന്നത് രാധിക കാണുകയും ചെയ്തിരുന്നു. ഉടനെ വരുണിനോട് രാധിക പറഞ്ഞു, വരുൺ, എനിക്ക് ഇപ്പൊ തൽക്കാലം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം അപ്പുറത്ത് മാറി നിൽക്കുന്ന മുത്തശ്ശിയെ രാധിക കണ്ടു. രാധിക ഉടനെ മുത്തശ്ശിയെ വിളിച്ചു. ആഹാ, മുത്തശ്ശി ഇവിടെ നിൽക്കുകയായിരുന്നോ? മുത്തശ്ശി എന്തെങ്ങനെ മാറി നിൽക്കുന്നത്? വരുണിന് എന്തോ ഒരു ടെൻഷനുണ്ട്. വരുണിന്റെ ആശങ്കകളും ടെൻഷനും ഒക്കെ മുത്തശ്ശിക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്നതാണല്ലോ. മുത്തശ്ശി കാര്യങ്ങൾ പറഞ്ഞാൽ വരുണിന് മനസ്സിലാവുമല്ലോ. മുത്തശ്ശി പറയുന്ന കാര്യങ്ങളൊക്കെ വരുണിന് വേഗം ബോധ്യമാകുകയും ചെയ്യും. അതുകൊണ്ട് മുത്തശ്ശി വരുണിന്റെ ടെൻഷൻ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു വഴി പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുന്നു. മുത്തശ്ശി ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുമ്പോൾ രാധിക ഇങ്ങനെ പെരുമാറാനും ഇങ്ങനെയൊക്കെ സംസാരിക്കാനുമുള്ള കാരണം അവിടെ പ്രിയങ്കയും ഉർവശിയും കൽപ്പനയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടായിരുന്നു എന്ന് മുത്തശ്ശിക്ക് അപ്പോഴേക്കും മനസ്സിലായി. ഉടനെ രാധിക അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ അവർ 3 പേര് നിൽക്കുന്നത് കണ്ട് മുത്തശ്ശി പെട്ടെന്ന് രാധിക പ്രിയങ്ക ഇപ്പൊ കണ്ടതുപോലെ ചോദിച്ചു, ആഹാ, നിങ്ങളിവിടെ നിൽപ്പുണ്ടായിരുന്നോ? ചേച്ചി ദാ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് രാധിക വേഗം റൂമിലേക്ക് പോയി. പ്രിയങ്ക അപ്പോഴേക്കും സന്തോഷത്തോടെ ചിരി ചേച്ചി എന്ന് പറഞ്ഞു. എന്നിട്ട് ഉർവശിയെയും കൽപ്പനയും പ്രിയങ്ക കുറ്റപ്പെടുത്തി. അതെ, എനിക്ക് സന്തോഷമായി. കേട്ടില്ലേ എൻ്റെ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്? നിങ്ങളുടെ തെറ്റിദ്ധാരണ ഇപ്പൊ മാറിയില്ലേ? അപ്പോഴും ഉർവശി പറഞ്ഞു, അതെ, ഞങ്ങൾ പറയുന്നത് നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. അവൾ നിന്റെ മുന്നിൽ നാടകം കളിച്ചതാ എന്ന് പറഞ്ഞതും. അപ്പോ ഉർവശി അങ്ങനെ പറഞ്ഞത് കേട്ട് കൽപ്പന പറഞ്ഞു, വേണ്ട ഇളയമേ, നമുക്ക് പോകാം. ഇനി ഇവൾ സ്വയം പഠിക്കട്ടെ. ഇനിയുള്ള കാര്യങ്ങൾ ഇവൾ നേരിട്ട് കാണുമ്പോഴും ശരിക്കും ഇവൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രം നമുക്കുള്ളോട് സംസാരിച്ചാൽ മതി. വാ, അതുവരെ ഇവളുടെ വിശ്വാസം അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഉർവശിയും കൽപ്പനയും അവിടെ നിന്ന് പോയി. അപ്പോഴാണ് പ്രിയങ്ക ചിന്തിച്ചത്, എന്തായാലും ചേച്ചിയോടൊരു താല്പര്യം വരുന്നുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയാണ്. പക്ഷേ വരുണിനോട് അങ്ങനെ ഒരു താല്പര്യം ചേച്ചിക്കില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ചേച്ചിക്ക് ആ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ചേച്ചിയോട് അങ്ങനെ ഒരു താല്പര്യം വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഇല്ലാതാക്കേണ്ടതെന്നും അതിനെന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. വരുണിനെ ഞാൻ പിടിച്ചോളാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം വരുണാകെ നിരാശനായി ബാൽക്കണി വന്ന് നിൽക്കുമ്പോൾ മുത്തശ്ശി അരികിലേക്ക് എത്തി. എടാ മോനെ, അവൾ കൃത്യസമയത്ത് സാഹചര്യം മനസ്സിലാക്കി അവൾ പെരുമാറിയത് കണ്ടില്ലേ? അവൾ അങ്ങനെ മറുപടി പറഞ്ഞിട്ട് പോയതിന് കാരണം അപ്പുറത്ത് ഉർവശിയും കൽപ്പനയും പ്രിയങ്കയും നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവരവിടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് അവൾ യാതൊരു കൂസലും ഇല്ലാതെ ഇങ്ങനെ ഒരു മറുപടി നൽകി എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അല്ലായിരുന്നെങ്കിൽ ഇപ്പോ ഈ കണിമംഗലത്തെ ഉത്തരത്തിന് തീ പിടിച്ചേനെ, നിന്ന് കത്തിയേനെ എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടതോടെ വരുൺ പറഞ്ഞു, അപ്പോ കണിമംഗലത്തെ ഉത്തരം നിന്ന് കത്തുന്നില്ല, പക്ഷെ എൻ്റെ മനസ്സാ നിന്ന് കത്തുന്നത് എന്ന് വരുൺ അറിയിച്ചു. ഇങ്ങനെ പോയാ ഞാൻ അവസാനം ഇല്ലാതാകും എന്ന് വരുൺ അറിയിച്ചത് കേട്ട് മുത്തശ്ശി പറഞ്ഞു, അതെ എടാ, നീ അല്ലടാ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് നിങ്ങൾ രാധിക വരുൺ പ്രണയത്തെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ച്, അത് എങ്ങനെയുള്ളതാണെന്നൊക്കെ നീ വലിയ വീരവാദം അടിച്ചല്ലോ. ആർക്കും അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ആരും അങ്ങനെ മരിച്ചു പോകത്തില്ല എന്നും. എന്നിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ വരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് മുത്തശ്ശി എന്ന് വരുണൻ തല കുലുക്കി സമ്മതിക്കുന്നു. അതിനുശേഷം രാധിക നേരെ പൂജാമുറിയിലേക്ക് എത്തി ഭഗവാനോട് സങ്കടത്തോടെ പറഞ്ഞു, അല്ല, ഇതെന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഇങ്ങനെ കബളിപ്പിച്ച്, എല്ലാവരും ഇങ്ങനെ വേദനിപ്പിച്ച് രസിച്ചിങ്ങനെ ഇരിക്കുകയാണല്ലേ. എനിക്ക് ഇതിനൊരു ഉത്തരം വേണം. എന്താ എന്താ ശരിക്കും സംഭവിച്ചത് എന്നല്ല രാധിക ചോദിക്കുമ്പോൾ അവിടെ വരുൺ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാം ഇതിനുള്ള ഉത്തരം. ആദ്യം ഇതിനുള്ള ഉത്തരം എന്തെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി താൻ പറ. അപ്പോൾ അതിനുള്ള ഉത്തരം തൻ്റെ ഈ ചോദ്യങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ എന്ന് അവസാനിക്കുമെന്നല്ലേ മറുപടി ഞാൻ നൽകാം എന്ന് പറഞ്ഞു. ഉടനെ രാധിക എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറഞ്ഞു, രാധിക വേണ്ട, ഇനിയും എന്നെ ഒഴിഞ്ഞു മാറി താൻ പോകാൻ ശ്രമിക്കണ്ട എന്ന് പറയുമ്പോൾ രാധിക പറഞ്ഞു, ഇല്ല, ഞാൻ പോവാ. അപ്പോഴേക്കും വരുൺ ചോദിച്ചു, ശരി, എന്നാൽ ഈ പൂജാമുറിയിൽ നിന്ന് താൻ എനിക്ക് സത്യം ചെയ്താ തനിക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എന്താ, അങ്ങനെ സത്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു, ഇല്ല, എനിക്ക് സത്യം ചെയ്യാൻ പറ്റില്ല. അത് കേട്ടതും
വരുൺ ചോദിച്ചു. ശരി, അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ഞാൻ പറയാം. ഈ വ്രതമൊക്കെ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു, ഓരോ വ്രതത്തിനും അതിൻ്റെതായ ഫലലബ്ധി ഉണ്ടാവും. അത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ന് രാധിക പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ദാ ഇന്നു മുതൽ നിരാഹാരം ഇരിക്കാൻ പോവുകയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് പറയട്ടെ. അതിനുവേണ്ടി ആ പെൺകുട്ടിയുടെ നാവിൽ നിന്ന് എനിക്കറിയണം. അതിനായിട്ട് ഞാനിന്ന് അതും സത്യം അറിയണം. ഇവിടെ വെച്ച് ആ സത്യം തനിക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് മാറിക്കോളാം. ഇല്ലെങ്കിൽ നിരാഹാരം ഇരിക്കുന്നുള്ള എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വരുൺ പറഞ്ഞു. രാധിക പറഞ്ഞു, ദേ വരുൺ, ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞതും അത് എന്നെ ഇഷ്ടമില്ലാത്ത ആള് എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം രാധിക ആകെ വിഷമത്തോടെ പത്മിനിയുടെ അരികിലേക്ക് എത്തി. പത്മിനിക്കരികിലുണ്ടായിരുന്ന ഉർവശി എന്തിനാ രാധിക വന്നതെന്ന് ചോദിച്ചു. രാധിക വിഷമത്തോടെ പത്മിനിയോട് പറഞ്ഞു, അമ്മേ, വരുൺ ഇപ്പോൾ നിരാഹാരം ഇരിക്കാൻ പോവാണെന്നാണ് പറയുന്നത്. വരുണിനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുൺ ഇരുന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത്, അതുകൊണ്ട് അമ്മ അതിൽ നിന്ന് വരുണിനെ പിന്തിരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ ഉർവശി പറഞ്ഞു, ഓ, വരുണിന്റെ കാര്യത്തിൽ എന്തൊരാശങ്കയാണ് അവൾക്കുള്ളത്. അതെ, വരുണിന്റെ കാര്യങ്ങൾ നോക്കാൻ അവന്റെ അമ്മയും ഭാര്യയൊക്കെ ഇവിടെയുണ്ട്. നീ അതോർത്ത് ടെൻഷൻ ആവണ്ട. ഉടനെ രാധിക പറഞ്ഞു, അതെ, എനിക്ക് ഒളിച്ചു നിന്നിരിക്കാൻ പറ്റിയൊരു ഇടമായിരുന്നു പൂജാമുറി. അവിടെയും എന്ന് പറഞ്ഞപ്പോൾ, ഓ, അവൾ എന്തൊരു നിഷ്കളങ്കയാണ്, കേട്ടില്ലേ ഏട്ടത്തി എന്ന് പറഞ്ഞ് ഉർവശി വീണ്ടും രാധികയെ കളിയാക്കുന്നു. അപ്പോഴേക്കും രാധിക ആകെ വിഷമത്തോടങ്ങാൻ നിൽക്കുമ്പോൾ പത്മിനി പറഞ്ഞു, എന്തായാലും വരുണിന്റെ ഈ തീരുമാനത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാം. അവൻ പറയുന്ന പോലെ അവൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയാൻ സാധിക്കില്ല. പിന്നെ രാധികയെ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ഉർവശി വിളിച്ചു. അടുക്കളയിൽ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലാക്കി ആരും അറിയാതെ അവനെ റൂമിൽ എത്തിക്കാമെന്നാണ് നിന്റെ വിചാരമെങ്കിൽ അതിവിടെ നടക്കില്ല കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ഉർവശിയുടെ ആ വാക്കുകൾ കേട്ട് രാധിക ആകെ വിഷമത്തോടെ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം പത്മിനിയോട് ഉർവശി പറഞ്ഞു, ഏയ്, ഇതൊക്കെ വെറുതെയാണ് ഏട്ടത്തെ. വരുണിന്റെ ഈ ഒരു തീരുമാനം മാറ്റേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും പത്മിനി പറഞ്ഞു, ഇല്ല, വരുൺ അങ്ങനെ തീരുമാനം എടുത്താൽ അവൻ അതിൽ ഉറച്ചു നിൽക്കും, നിനക്കറിയത്തില്ലാത്തതുകൊണ്ടാണ് എന്ന് ഉർവശിയോട് വിഷമത്തോടെ പത്മിനി അറിയിച്ചു. പത്മിനി പറഞ്ഞു. ഉടനെ ഉർവശി പറഞ്ഞു, ഏട്ടത്തി പേടിക്കണ്ട, ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു ഉർവശി വേഗം ഒരു ജ്യൂസ് ഉണ്ടാക്കി വരുണിന്റെ അരികിലേക്ക് എത്തി. വരുൺ ദാ ജ്യൂസ് എന്ന് പറഞ്ഞ് വരുണിന് നേരെ നീട്ടി. എനിക്ക് വേണ്ടടേമേ എന്ന് പറയുമ്പോൾ, അതെന്താ, നിനക്കിത് കുടിച്ചാല് നിനക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസാ, ദാ കുടിക്കടാ എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, എനിക്ക് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോൾ ജ്യൂസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കടുപ്പത്തിൽ അങ്ങനെ വരുണിരിക്കുമ്പോൾ അവിടേക്ക് പത്മിനി എത്തി. എന്താ എന്താ അവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചപ്പോൾ ഉർവശി പറഞ്ഞു, കേട്ടില്ലേ ഏട്ടത്തി, ഞാൻ ഇവനൊരു ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് കൊടുത്തപ്പോൾ അവനിപ്പോൾ വരുണിനുള്ള ജ്യൂസുമായിട്ടെത്തിയ ഇളയമ്മയോട് വരുൺ പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ട ജ്യൂസ്. അപ്പോൾ പത്മിനിയോട് വന്നിട്ട് ചോദിച്ചു, അല്ല, ഇതെന്താ, നിനക്ക് ജ്യൂസ് കുടിച്ചാൽ ഇപ്പോൾ നീ ജ്യൂസ് കുടിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞതും ഇളയമ്മ ദേഷ്യത്തോടെ പത്മിനിയോട് പറഞ്ഞു, ചേച്ചി കണ്ടില്ലേ, ഞാൻ ഇവന് ജ്യൂസിനകത്ത് എന്തോ കലക്കി കൊടുക്കുന്നുണ്ടെന്നാണ് ഇവന്റെ ധാരണ, അതുകൊണ്ടല്ലേ ഞാനുണ്ടാക്കി ജ്യൂസ് കുടിക്കാൻ മടി എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, എൻ്റെ ഇളയമ്മ, അതല്ല, മുമ്പും ഇതുപോലെ ജ്യൂസ് കൊണ്ടുവന്ന് ഞാൻ കുടിക്കാറുണ്ടായിരുന്നല്ലോ, പക്ഷെ ഇന്ന് എനിക്കത് വേണ്ട, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വീണ്ടും ഉർവശിയോട് അങ്ങനെ വരുൺ പറഞ്ഞത് കേട്ട് ഉർവശി പറഞ്ഞു, അതെ, ഞാൻ എന്തെങ്കിലും അതിനകത്ത് കലക്കി കൊടുക്കുമെന്ന് ഓർത്തായിരിക്കും അവൻ അങ്ങനെ പറയുന്നത് എന്ന് ഉർവശി പറയുമ്പോൾ ഇത് കേട്ട് എന്ന വരുൺ പറഞ്ഞു, അമ്മേ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് പത്മിനിയോട് വരുൺ അറിയിച്ചു. ഞാനേ ഒരു പ്രായമായ ചെറുപ്പക്കാരനാണ്, അതുകൊണ്ട് എന്ത് തിന്നണം, എങ്ങനെ തിന്നണം, എന്ത് കഴിക്കണമെന്നും ഒക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതൊന്ന് ഇളയമയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വരുൺ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു. രാധിക തനിക്ക് സംഭവിച്ച തെറ്റോർത്ത് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നോർത്ത് തല പുകഞ്ഞ് ഇരിക്കുന്നു.